എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡിലും നമ്മൾ പാരീസ് നഗര കാഴ്ചകൾ തുടരുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷം ഞങ്ങൾ ചെന്നെത്തിയത് വേഴ്സൈൽ പാലസ് അഥവാ വേഴ്സായി പാലസിലാണ്. പാരീസ് നഗരകേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഫ്രാൻസിന്റെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഫ്രാൻസിന്റെ രാജകീയ ചരിത്രത്തിന്റെയും കലയുടെയും വാസ്തുവിദ്യയുടെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് വേഴ്സൈൽ പാലസ്. ലൂയി 13 രാജാവിന്റെ കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയ ഈ കൊട്ടാരത്തിനെ അതിന്റെ ഗാംഭീര്യത്തിലേക്ക് ഉയർത്തിയത് സൂര്യ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന ലൂയി 14 രാജാവാണ്. 1661 വിപുലീകൃതമായ ഈ കൊട്ടാരം താമസിയാതെ ഫ്രഞ്ച് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മാറി. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യം വഹിക്കുന്ന ഈ കൊട്ടാരം നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളതാണ്. 1789 ഫ്രഞ്ച് വിപ്ലവകാലത്ത് ജനക്കൂട്ടം കൊട്ടാരം വളയുകയും ലൂയി 16 രാജാവിനെയും അദ്ദേഹത്തിന്റെ രാജ്ഞിയായിരുന്ന മേരി ആന്റോയിനറ്റിനെയും പാരീസിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെ ഫ്രാൻസിലെ രാജഭരണത്തിന്റെ ആഡംബര ജീവിതത്തിന് അന്ത്യം കുറിച്ചു. ഇനി കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നാലോ? രാജാവിന്റെയും രാജ്ഞിയുടെയും വിശാലമായ കിടപ്പുമുറികളും മറ്റ് നിരവധി മുറികളും ഇവിടെ കാണാം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഞങ്ങളുടെ ഗൈഡ് ഓരോ മുറികളെയും അവയുടെ സവിശേഷതകളെയും പറ്റി വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഇതാണ് ദ ഹാൾ ഓഫ് മിറേഴ്സ്. ഇത് വേഴ്സായി കൊട്ടാരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ്. 73 മീറ്റർ നീളമുള്ള ഈ ഹാളിന്റെ ഒരു വശത്ത് 357 കണ്ണാടികളും മറുവശത്ത് പൂന്തോട്ടത്തിന്റെ കാഴ്ചകളുമാണ്. ഇവിടെ വെച്ചാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് അഥവാ വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. നഗരത്തിലൂടെ തുടർന്നുള്ള യാത്രയിൽ അതിമനോഹരങ്ങളായ ട്രാം സ്റ്റേഷനുകളും അവയ്ക്ക് തൊട്ടടുത്ത് തന്നെ വിശാലമായ നിരവധി മൈതാനങ്ങളും കണ്ടു. ഈ മൈതാനങ്ങളിലൊക്കെയും ഫുട്ബോൾ കളി പരിശീലിക്കുന്ന ധാരാളം കുട്ടികളെ കണ്ടു. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പേരുകേട്ട ഫുട്ബോൾ കളിക്കാരുണ്ടാകുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് ഓവർ ആർക്ക് ഡി ട്രയംഫ് എന്ന പ്രശസ്തമായ യുദ്ധസ്മാരകമായിരുന്നു. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റൊക്കെ പോലെയുള്ള ഒരു സ്ട്രക്ചർ. ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങളിലും നെപ്പോളിയന്റെ യുദ്ധങ്ങളിലും ഫ്രാൻസിന് വേണ്ടി പോരാടുകയും മരിക്കുകയും ചെയ്ത സൈനികരെ ആദരിക്കാനായി 1806 നെപ്പോളിയൻ ബോണാപ്പാർട്ട് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് ആർക്ക് ഡി ട്രയംഫ്. ഷാംസ് എലിസസ് എന്നും ചാൾസ് ഡിഗോൾ പ്ലേസ് എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സർക്കിളിൽ നിന്നും 12 റോഡുകളാണ് വിഭജിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച അജ്ഞാതനായ ഒരു സൈനികന്റെ ശവകുടീരം ഈ കവാടത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഒരു കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ടാവും, നമ്മുടെ അമർ ജവാൻ ജ്യോതി പോലെ. ആർക്ക് ഡി ട്രയംഫ് ഫ്രാൻസിന്റെ അഭിമാനത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണ്. പാരീസ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിത്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആകട്ടെ, ഇന്നത്തെ കാലത്ത് യുവതലമുറയുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇതാ ആർക്ക് ഡി ട്രയംഫിന്റെ പശ്ചാത്തലത്തിൽ റീൽ തയ്യാറാക്കുകയാണ് ഈ യുവതികൾ. ആകസ്മികമെന്ന് പറയട്ടെ, ആർക്ക് ഡി ട്രയംഫിൽ നിന്ന് ഞങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ തൊട്ടരികിൽ തന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അടക്കം ചെയ്തിട്ടുള്ള പള്ളിയും കാണാൻ സാധിച്ചു. യാത്രയിലൊപ്പം ചേർന്ന മറ്റൊരു ഗൈഡ് ഞങ്ങളെ പാരീസ് നഗരത്തിന്റെ മറ്റു പ്രധാന കാഴ്ചാ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി കാണിച്ചു തരികയും അവയുടെ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്തു. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ, ഗവൺമെന്റ് മന്ദിരങ്ങൾ, ഫ്രഞ്ച് പാർലമെന്റ്, ആഡംബര ബ്രാൻഡുകൾ മാത്രം വിൽക്കുന്ന കച്ചവട കേന്ദ്രങ്ങൾ, ഫ്രഞ്ച് വിപ്ലവത്തിനൊടുവിൽ ജനക്കൂട്ടം ലൂയി 16 രാജാവിനെ വധിച്ചുവെന്ന് കരുതപ്പെടുന്ന സ്ഥലം എന്നിങ്ങനെ നിരവധി ഇത്തരത്തിലുള്ള പ്രാധാന്യം നിറഞ്ഞ സ്ഥലങ്ങൾ അവർ ഞങ്ങൾക്ക് വിശദീകരിച്ചു ഒന്നൊന്നായി. നഗരത്തിലൂടെ തലങ്ങും വിലങ്ങുമുള്ള ഈ യാത്രകളിലെല്ലാം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്: റോഡുകളിലെ ജനങ്ങളുടെ അച്ചടക്കം. ട്രാഫിക് സിഗ്നലുകളിൽ തങ്ങളുടെ ഊഴം കാത്ത് ക്ഷമയോടെ വരി തെറ്റിക്കാതെ നിൽക്കുന്ന വാഹനങ്ങൾ, അതും നിശ്ചിത അകലം പാലിച്ചുകൊണ്ട്, കുത്തിക്കയറ്റാനുള്ള യാതൊരു ശ്രമങ്ങളുമില്ലാതെ, ഹോൺ അടിക്കാതെ, സീബ്ര ക്രോസിങ്ങുകളിൽ തന്നിഷ്ടം പോലെ നടക്കാതെ, പച്ച സിഗ്നൽ തെളിയുമ്പോൾ മാത്രം റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനടയാത്രക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നം മാത്രമായി മാറുമോ? വേണ്ട, തൽക്കാലം നമുക്കതൊന്നും ആലോചിച്ച് വെറുതെ മൂഡ് കളയണ്ട. ഇവിടെ മണി 7:50 രാത്രി 7:50 കേട്ടോ. ഈ വെളിച്ചം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ 8 മണിയായാലും 9 മണിയായാലും ഒക്കെ രാത്രി ഇങ്ങനെയാണ്. സൂര്യൻ കത്തിക്കാളി നിൽക്കും ആ സമയത്തും.
പുറത്തെ ഈ വെളിച്ചം കണ്ടാൽ വൈകുന്നേരം ഒരു 5 മണിയായെന്നേ തോന്നുകയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ടൂർ മാനേജർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ ലക്ഷ്യമാക്കി നടക്കുന്നത് കണ്ടപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള സമയമായെന്ന് മനസ്സിലായി. ഡിന്നർ കഴിഞ്ഞാലും സിറ്റി ടൂർ തീരുന്നില്ല കേട്ടോ. പാരീസ് നഗരം ഉറങ്ങാത്ത നഗരമാണ്. റിവർ സീനിലൂടെയുള്ള ബോട്ട് യാത്ര ഇനിയും ബാക്കിയുണ്ട്. പാരീസ് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന നദിയാണ് സീൻ നദി. പാരീസിലെ ഒട്ടുമിക്ക ചരിത്ര സ്മാരകങ്ങളും ഈ നദീ തീരത്താണ്. രാത്രി ഏകദേശം 9 മണിയോടുകൂടി നഗരം മൊത്തം ദീപാലംകൃതമാകും. ആ സമയത്ത് ഏകദേശം 1000-ഓളം പേർക്ക് കയറാവുന്ന വലിയ നീളമേറിയ ബോട്ടുകളിൽ സഞ്ചാരികളെ സീൻ നദിയിലൂടെ നഗരം ചുറ്റിക്കാണിക്കും. ഇതാണ് ഇല്ലുമിനേറ്റഡ് ടൂർ ഓഫ് പാരീസ്. രോമം തുളച്ചു കയറുന്ന ശീതക്കാറ്റും കൊടും തണുപ്പുമായിരുന്നിട്ട് കൂടി ഒരിക്കലും മറക്കാനാകാത്ത മനോഹരമായ ഒരു ബോട്ട് യാത്ര. പകൽ കണ്ട ഓരോ ചരിത്ര സ്മാരകങ്ങളും കെട്ടിടങ്ങളും രാത്രിയിൽ ദീപാലങ്കാരങ്ങളാൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. പകൽ കാണാൻ സാധിക്കാതെ പോയ നോത്രദാമിലെ വിഖ്യാതമായ പള്ളിയും രാത്രിയിലെ ഈ ക്രൂയിസ് യാത്രയ്ക്കിടയിൽ കാണാൻ സാധിച്ചു. നദിയുടെ ഇരുകരകളിലും കൂട്ടം കൂടി ആർത്തുല്ലസിച്ച് തിന്നും കുടിച്ചും സംഗീതം ആസ്വദിച്ചുകൊണ്ടും നിൽക്കുന്ന ധാരാളം നഗരവാസികൾ. ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും സമ്മർദ്ദങ്ങളിലും സംഘർഷങ്ങളിലും വീർപ്പുമുട്ടി കഴിഞ്ഞുകൂടേണ്ട ഒന്നാണോ ജീവിതം, അതോ ഇതുപോലെ ആഘോഷത്തിമിർപ്പോടുകൂടി കൊണ്ടാടേണ്ട ഒന്നാണോ എന്ന് ഇത് കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ആലോചിക്കും. സീൻ റിവർ ക്രൂയിസ് അവസാനിക്കുന്നതിന് മുൻപ് രാത്രിയുടെ ഇരുട്ടിലും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഐഫൽ ടവർ എന്ന മനോഹരമായ ചരിത്ര സ്മാരകം ഒന്നുകൂടി കണ്ടു. എന്തായാലും പാരീസ് സന്ദർശനം അതിമനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.